ഇതിലൊക്കെ മറ്റേ സാമ്പത്തിക കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം അവരവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുമായിരുന്നു. ഇവളല്ലായിരുന്നു ആ പൈസ. അവിടുന്ന് അവൻ പൈസ അയക്കുന്നത് അച്ഛൻ്റെയും അനിയൻ്റെയും പേരിലൊക്കെ ആയിരുന്നൊക്കെയാണ്. അവർ പറഞ്ഞു തന്നെ അവർക്ക് നിരപരാധിത്വമാണ്. അവരത്ര പൊന്നുപോലെ സ്നേഹിച്ചു. കുടുംബത്തിൽ വേറെ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ മാധ്യമങ്ങളും നാട്ടുകാരെയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ വേറെ ഒന്നും ഓർമ്മില്ല. അവർക്ക് എല്ലാവരും എതിരായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നത്. പിന്നെ പുള്ളിക്കാരൻ ഒത്തിരി വിഷമിച്ച് കരയുന്നു, സുഖമില്ലാതിരിക്കുകയായിരുന്നു, മോളെ പോലെ തന്നെയായിരുന്നു. ഷൈനിയോട് വളരെ കടപ്പാടുണ്ടെന്നൊക്കെയാണ് പുള്ളിക്ക് അവർ രണ്ടുപേരും പറയുന്നത്. അവർ പറയട്ടെ. ഒരു കാര്യം അപ്പം അതിന് ഞാൻ പ്രതികരിക്കുന്നില്ല. 2-3 ലക്ഷം രൂപ വരും. ഷൈനയുടെ വീടെന്ന് ഉദ്ദേശിച്ചത് ഷൈനയുടെ അങ്ങോട്ടോ അല്ല, ഒരിക്കലും അല്ല. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ 1 വർഷത്തോളം ഇവിടുന്ന് ഇവർ പൈസ അടച്ചുകൊണ്ടിരുന്നത്? ഇവരെ പിന്നെ ഇവർ പോയപ്പെടുത്ത കടമല്ല ഇത്. 2022-23 എടുത്ത ലോണാണ്. അത് മാസം മാസം അടയ്ക്കുക. ഈ ഷൈനി പോകുന്ന ആ സമയം വരെ ഇവിടെ വീട്ടിൽ നിന്ന് അടച്ചുകൊണ്ടിരുന്നത്. ഷൈനി അതുപോലെ തന്നെ ഈ ലോൺ എടുക്കുന്ന സമയത്ത് പറഞ്ഞതനുസരിച്ച് ഷൈനിക്ക് അവിടെ വീടിൻ്റെ മെയിൻ്റനൻസ് നടന്നു. ഷൈനിയുടെ ഫാദറിനെ കണ്ടല്ലോ, രോഗിയാണ് പുള്ളിയുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്തൊക്കെ പൈസയ്ക്ക് ആവശ്യം വന്നുകൊണ്ട് ഷൈനി അവിടെ നിന്ന് എടുത്താൽ ഷൈനിയോട് അങ്ങനെ തന്നെയാണ് ഷൈനിയും പറഞ്ഞത്. അവിടുന്ന് പൈസ കാരണം ചെറിയ പലിശയുള്ളതിന് അതുകൊണ്ട് കിട്ടാൻ ഒരുപാടുമില്ല. ജസ്റ്റ് അവിടെ പോയി കൊണ്ട് അപേക്ഷ വെച്ച് അപ്പം തന്നെ പൈസ കിട്ടും. ആ പൈസ വെച്ച് ഷൈനി വീട് നോക്കി. ഞാൻ പറഞ്ഞല്ലോ 22, 23 ഈ 2 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 25 ഇപ്പോൾ. ഈ ഷൈനി പോയിട്ട് 9 മാസമേ ഉള്ളൂ. അതുവരെ ഒരു കുടിശ്ശിക പോലും ഇല്ല. അത് ഷൈനി വീട്ടിൽ നിന്ന് തന്നെ അടച്ചുകൊണ്ടിരുന്നതാണ്. ഇവർക്കും അറിയാം, നോബിക്കൊക്കെ അറിയാം. നോബി പറഞ്ഞിട്ടുമുണ്ട് ഷൈനിയുടെ വീട്ടിലേക്ക് എടുത്തതാണെന്ന് അച്ഛനും അറിയാം, നോബിക്ക് അവർ പറഞ്ഞതായിട്ടും പറയുന്നു. ആ രീതിയിലൊക്കെ മറ്റേ സാമ്പത്തിക കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം അവരവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുമായിരുന്നു. ഇവളല്ലായിരുന്നു ആ പൈസ. അവിടുന്ന് അവൻ പൈസ അയക്കുന്നത് അച്ഛൻ്റെയും അനിയൻ്റെയും പേരിലൊക്കെ ആയിരുന്നൊക്കെ പറഞ്ഞു. 2 ലക്ഷം രൂപയുടെ കേസിൽ 2 ലക്ഷം 3 ലക്ഷം രൂപ വരും. ഷൈനയുടെ വീടെന്ന് ഉദ്ദേശിച്ചത് ഷൈനയുടെ അങ്ങോട്ടോ അല്ല, ഒരിക്കലും അല്ല. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ 1 വർഷത്തോളം ഇവിടുന്ന് ഇവർ പൈസ അടച്ചുകൊണ്ടിരുന്നത്? ഇല്ല, പിന്നെ അടച്ചു. ഇവർ പോയപ്പെടുത്ത കടമല്ല ഇത്. 2022 കാരണം അച്ഛൻ ഈ സഭയുടെ ഒരു ലീഗൽ അഡ്വൈസർ ജോലി കളഞ്ഞു എന്ന് ഞാൻ പറയാല്ല. പക്ഷെ അച്ഛൻ നോക്കി ഒരു ജോലി കിട്ടാൻ ഒരു പാടുമില്ല. ഈ സഭയ്ക്ക് തന്നെ 2 വലിയ സ്ഥാപനമുണ്ട്. 2 വലിയ സ്ഥാപനമാണ്. എത്രയോ 1000 പേരവിടെ ജോലി ചെയ്യുന്നേ. അവിടെ അച്ഛൻ വിളിച്ച് പറഞ്ഞു. കാരണം അച്ഛൻ ഈ സഭയുടെ ഒരു ലീഗൽ അഡ്വൈസർ. അതെ, അല്ല തന്നെ അച്ഛൻ അവിടുത്തെ ഒരു ലീഗൽ അഡ്വൈസറാ ഈ സഭയുടെ. അച്ഛൻ LLB കാരണം MPhil കാരനും ഒക്കെ ആന്നേ. MSWയും LLB ഒക്കെ ഉണ്ട് അച്ഛന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ സഭയുടെ ലീഗൽ സഭയ്ക്കുള്ള കേസ് അച്ഛൻ്റെ കൂടെ സാന്നിധ്യത്തിലാണ് വേറെ വക്കീൽമാരൊക്കെ വാദിക്കുന്നത്. അപ്പം അത്രയൊക്കെ പവറുള്ള ഒരു അച്ഛന് ആ കാരിത്താസിലെ ഡയറക്ടർ എന്ന് പറയുന്ന അച്ഛനാണ്. അവർ കൊടുക്കാന്ന് പറഞ്ഞ് ചെന്ന ദിവസമാണ് പിന്നാണ് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളത് പറയുന്നത്. അത് രണ്ടാമത് കടങ്ങൂർ ഹോസ്പിറ്റൽ അങ്ങനെ പറ്റി. അതും ഈ മെസ്സേജ് വിട്ടവർ എന്നോട് പറഞ്ഞാൽ ഞാൻ ചാനലിൽ കൊടുത്താ ഈ പെണ്ണ് എവിടെയെങ്കിലും പണി കിട്ടേ എന്നിട്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് കടങ്ങൂർ ഹോസ്പിറ്റലിൽ പറഞ്ഞു. ഞാൻ കൊടുത്ത പാലിയേറ്റീവ് സർട്ടിഫിക്കറ്റ് സഹിതമായിട്ട് ചെന്നു. കുഴപ്പമില്ല, 2 ദിവസം ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഇവരൊന്നും കൂടെ ഉറപ്പ് വരുത്താൻ പോയി. അതായത് ഈ പറഞ്ഞ ആൾ അമേരിക്കാരനാണ്. തിരിച്ച് വന്നാൽ ഒന്നുകൂടെ ഉറപ്പ് വരുത്താൻ പോയി. അന്നേരം കൃത്യം ഈ ഇപ്പം നിങ്ങളോട് സംസാരിച്ച ആ സ്ത്രീയുടെ അനിയത്തിയും ചേട്ടനും 2 സിസ്റ്റേഴ്സുണ്ട്. സീനിയർ ആൾക്കാരാണ്, നല്ല ഉള്ളവരാണ്. ആ സിസ്റ്ററിനോട് പറഞ്ഞു, ഇങ്ങനെ ഷൈനയുടെ കാര്യം ഒന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിങ്ങളോട് കൂടി ഒന്ന് പറയണമെന്ന് പറഞ്ഞു. ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ അവർ ഉദ്ദേശിച്ചത്. നിങ്ങളോട് കൂടി ഒന്ന് പറഞ്ഞൊന്ന് കയറ്റി വിടണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അതിൻ്റെ വ്യത്യാസം വിളിച്ച് പറഞ്ഞു ചെല്ലണ്ടാകും, നിങ്ങൾക്ക് പണിയില്ലാന്ന് പറഞ്ഞു. അതറിയാൻ പറ്റില്ല, അതെനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ശരിയാ, ഷൈനി എവിടെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ 2 പിള്ളേരുടെ കാര്യം നോക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു, ഷൈനി മരിക്കില്ലായിരുന്നു. ഉറപ്പാണ്. 2 പിള്ളേർ 11 വയസ്സും 10 വയസ്സുള്ള 2 പിള്ളേരെ ഒരിടത്തും നിർത്താൻ പറ്റാത്തൊരു സാഹചര്യം. ഹോസ്റ്റലുകാർ അഡ്മിഷൻ കൊടുക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഷൈനി ബോംബെക്ക് ഇപ്പോൾ എവിടെ ആക്കിച്ച് പോകും. ഇപ്പോഴത്തെ കാലം അറിയാമല്ലോ, 10-15 വയസ്സുള്ള 2 പെൺപിള്ളേരെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുമോ? ഇനി അവിടെ എനിക്ക് അവിടുത്തെ ഷൈനിയുടെ ഫാദറിനോടും പ്രതിഷേധമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം കൂടെ പോകണമായിരുന്നു. ലോക്കൽ ഗാർഡിയനായിട്ട് പുള്ളി പറയണം, ഞാനുണ്ടെന്ന് പറയണമായിരുന്നു. ഇഷ്ടമൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? അവർ അത്യാവശ്യം വന്നാൽ വിളിക്കാൻ ആൾ വേണ്ടേ? അറിയില്ല. അമ്മ ഇങ്ങനെ ബോംബെയിലാണെങ്കിൽ പെട്ടെന്ന് ആവശ്യം വന്നാൽ വിളിച്ചാൽ കിട്ടുമോ? തന്നെ ഇപ്പോഴത്തെ കാലമായിട്ടായിരിക്കും അത്ര. കൂടെ ഞാൻ പറഞ്ഞത് ഇതൊന്നും വേണ്ടെന്ന്. ഷൈനിക്ക് ഒരു പണി ഒപ്പിച്ചു കൊടുത്താൽ. ഇപ്പോൾ പാലിയേറ്റീവ് പണി ഉണ്ടായിരുന്നു, അത് ഷൈനിയുടെ ഫാദർ കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, അത് ഞാൻ പറഞ്ഞത് ശരിയാണ്. അത് ആണെന്ന് കൂട്ടിക്കോ. ഞാൻ പറഞ്ഞത് ഇനി അച്ഛൻ ഷൈനിക്ക് കിട്ടാവുന്ന ജോലി കളഞ്ഞു എന്നുള്ള വിട്ടോ, നമ്മൾ കാണാത്ത കാര്യമാണ്. പക്ഷേ അച്ഛൻ നോക്കിയാൽ ഈ കാരിത്താസിലോ മാതായിലോ ഏതെങ്കിലും ഒരു പണി, തീർച്ചയായിട്ടും ഒരു അസിസ്റ്റന്റ് നേഴ്സ് എങ്ങനെ എന്തൊരു പണി കിട്ടുമായിരുന്നു എന്നുള്ളത് ഉറപ്പല്ല. അത് നമുക്ക് സാമാന്യ ബോധം ചിന്തിക്കാവുന്നതാണ്. ഒറ്റ കോള് മതി, ആർക്ക് ചിന്തിക്കാം. എന്ത് പറഞ്ഞാൽ ഈ അച്ഛൻ സഭയിലെ ഒരു പ്രധാനപ്പെട്ട വൈദ്യൻ LLB ഒക്കെ ഉണ്ട്, അവിടെ ലീഗൽ കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ ഉള്ളതുകൊണ്ട്
കാരിത്താസിൻ്റെ ഡയറക്ടറും അച്ഛനാണ്. അത് നമ്മുടെ അനിയൻ്റെ ഭാര്യയാണ്. പുള്ളിക്കാരിക്ക് ഒരു കുറച്ച് ദിവസമെങ്കിലും പണി കൊടുക്കാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും കൊടുക്കും. രണ്ടുപേരും സഭയില്ല. ഒരാൾ നമ്മുടെ പൊന്നാനമടത്ത് കയറി മദറായിട്ടിരുന്നതാണ്. ഈ അടുത്ത് നമ്മുടെയൊക്കെ പള്ളിയിൽ മദറായിട്ടിരുന്നാണ് പറയുന്നത്. ഇത്രയും പേരുള്ളപ്പോൾ ആ കുടുംബത്തിൽ 2 സിസ്റ്ററും ഒരു അച്ഛനും ഉണ്ട്. ഞങ്ങൾക്ക് ഇന്റർവ്യൂ തന്നില്ലെങ്കിൽ ഞങ്ങൾ അഭിനന്ദനം തരാതിരിക്കാൻ കഴിയും. ഈ ഒരു പ്രശ്നത്തിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതിന് ശേഷമാണ് വലിയ ചാനലുകൾ ഏറ്റെടുത്തത്. അതെ, ജനങ്ങൾ ഏറ്റെടുത്തത്. അതാണ് വലിയ ചാനലുകാർ. പിന്നെ ഞാൻ പറയാമല്ലോ, സഭയ്ക്ക് സഭയുടേതായ ഇൻഫ്ലുവൻസ് ഒക്കെ പലയിടത്തും കാണും, ഇല്ലയെന്ന് പറയാൻ പറ്റിയല്ല. അതുപോലെ തന്നെ രാഷ്ട്രീയം ഒക്കെ ഉള്ള സംവിധാനങ്ങൾ കാണും. കാരണം 10-100 പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് അടക്കമൊക്കെ നടത്തി, അതൊക്കെ സന്തോഷം, ഒരു കുഴപ്പമില്ല. ഇത് തേഞ്ഞ് മാഞ്ഞ് പോലെ ഈ പറഞ്ഞ ഇപ്പോൾ ജനങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. കുറേ ആളിങ്ങനെ വാട്സപ്പിലൂടെ കണ്ടും കേട്ടും കുറേ ആളൊക്കെ കഴിഞ്ഞ് പോയി, പിന്നെ തെളിവില്ല, കാര്യങ്ങളില്ല, അങ്ങനെയൊക്കെ. ആ വലിയ പ്രതിഷേധം കൊണ്ടാണ് കേസ് പോലും എടുത്തേക്കുന്നതും റിമാൻഡ് ചെയ്യപ്പെട്ടു പോയി. കാരണം അന്ന് പേപ്പറിൽ വന്നത് ഞാൻ വായിച്ചത് അസ്വാഭാവിക മരണത്തിനെ കേസെടുത്തിട്ടുള്ളൂ ഏറ്റുമാനൂർ കോടതിയിൽ. പക്ഷേ പിറ്റേ ദിവസം അന്ന് മരിച്ചതിന് അടക്കൻ്റെ അന്ന് മുതൽ ജനങ്ങളിലെ ഒരു രോഷം, ലോകമെമ്പാടുമുള്ള മലയാളികൾ, ക്രാനായ സഭ മാത്രമല്ല മുഴുവൻ പേരുടെ ആ പ്രതിഷേധവും കാര്യങ്ങളും വന്നുകൊണ്ടാണ് CI നേരിട്ട് കേസെടുത്ത് കോടതി കൊടുക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. പക്ഷെ അതൊന്നും ഇനി നിൽക്കണമെന്നൊന്നുമില്ല, ആളുകളുടെ വികാരം കുറേ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ, ഇപ്പം ശരിക്കും ഷൈനിയുടെ പിള്ളേരും പോയി. ഇനിയുള്ളത് എൻ്റെ വീടിനോട് ചേർന്നുള്ള ഈ ബേബിച്ചേട്ടനും ബേബിച്ചേട്ടൻ്റെ ഭാര്യയും ചേരി കുടുംബവും ഒക്കെയാണ്. പക്ഷേ ചേരി കുടുംബക്കാരും അതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഒരു കാര്യം, ഒത്തിരി കുടുംബക്കാരുണ്ട് അവർ. ഇന്നലെ ഒരാൾ ബൈറ്റ് കൊടുത്തപ്പോൾ ആ പയ്യൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അടിക്കാറുണ്ടായിരുന്നു, എൻ്റെ ഭാര്യയുടെ കൂട്ടിയാണ് പലപ്പോഴും ആയുശ്രീ പോയിക്കൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുടുംബക്കാരും ഞങ്ങളെല്ലാവരുമായിട്ട് ബന്ധമുള്ളവരും പറയുന്നില്ല. ഇപ്പോഴും ബേബിച്ചേട്ടൻ്റെ എന്നും കാണേണ്ട ആൾ ഞാനാണ്. പക്ഷേ ഇത്രയും സംഭവം അവിടെ നടന്നിട്ടുണ്ടെന്നും അതുമൂലം ഇത്രയും ദാരുണമായ സംഭവം ഉണ്ടെന്നും ഉള്ളതിന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതിനെ മൂടി വെക്കേണ്ട കാര്യം എനിക്കില്ല. അതും കേട്ടോ, അതിൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ വന്ന് സത്യങ്ങൾ പറയാത്തതെന്നറിയാമോ? അതിൻ്റെ പേരിൽ നമുക്ക് ശത്രുതയാവുക. ഇപ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാൻ ഒരാളില്ല. ഏറ്റവും അടുത്ത ദിവസം അവരുടെ തന്നെ കൊടുത്തപ്പോഴൊരു ഒരു അധ്യാപകൻ്റെ ഹിസ്റ്ററിയൊക്കെ നാട്ടുകാർക്കും കൂടെ അറിയാവുന്നതാണ്. അധ്യാപകൻ റിട്ടയർഡ് ആയപ്പോൾ 2-3 ഈ ST-കാരെ കൊണ്ടുവന്ന് അവിടെ വീട് പണി ഇന്ന് കൊടുക്കുന്നു, അവിടെ തന്നെ പുള്ളിയും പോയി താമസിക്കുന്നു. അവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേസാകുന്നു. കേസായി അവരുടെ കേസിൻ്റെ ബലത്തിൽ പുള്ളി 4 വർഷമായിട്ട് ഇന്നുവരെ തിരിച്ചിങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ നേപ്പാളിൽ നിന്നൊക്കെ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ട്. നേപ്പാളിൽ സ്ഥിതി പുള്ളി 4 വർഷമായിട്ട് കരിങ്ങോട് സ്റ്റേഷനിലോ അല്ല എവിടെയൊന്നും വരുന്നില്ല. കേസുണ്ടെന്ന് അറിയാം. പല പ്രാവശ്യം കരൂർ സ്റ്റേഷനിൽ നിന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ അവൻ്റെ ഒരു കേസുണ്ട്, അവളെവിടെയുണ്ടെന്ന് അറിഞ്ഞു. പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എവിടുന്നാണ് ഈ ST കുടുംബത്തെ കൊണ്ടുവന്നത് ഞങ്ങൾക്കാർക്കും അറിയില്ല. അതൊക്കെ അദ്ദേഹം തന്നെ കൊണ്ടുവന്നതാണ്. അദ്ദേഹം കൊണ്ടുവന്നു, അവിടെ കുറേ ആൾ താമസിക്കുന്നു, പിന്നെ വേറൊരാൾ കൊടുക്കുന്നു, പിന്നെ ഒരു കൊച്ചിനെ കൊണ്ടുവരുന്നു. ആ കൊച്ചിനെ PhD പഠിപ്പിക്കണം പറഞ്ഞ് PJ ജോബ് സാറും എന്നോടും പറഞ്ഞു, ഞാൻ വാർഡ് മെമ്പറാണല്ലോ, എന്നോട് പോയി ഞങ്ങളിവിടെ പോയി തറക്കി കല്ലിടുകയൊക്കെ ചെയ്താൽ കല്ലവിടെ ഇട്ടിട്ടേ ഉള്ളൂ. ആ കൊച്ചു അതിൻ്റെ അങ്ങാടിയിലേ പോയി. ഇതിനൊന്നും നമുക്ക് യാതൊരു മനസ്സറവും എവിടെ നിന്ന് വന്നാന്നോടെ അറിയില്ല. അവർ ചേരിക്കാരാ, അവർ ചേരി കുടുംബ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ന് വെച്ചാൽ ഞാൻ ഈ മെസ്സേജ് കൊടുക്കുന്നുണ്ട്, ഞാൻ ഈ പിന്നെയുള്ള വെയിറ്റ് കൊടുത്തുകൊണ്ട് അദ്ദേഹം പരസ്യമായിട്ട് ഞാൻ കൊള്ളരാത്തവനാണെന്നും ഞാൻ ഒരുപാട് കുടുംബം നശിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ ഇവിടെ വരട്ടെ, കേസ് അദ്ദേഹം ഇവിടെ വരട്ടെ, വന്നിട്ട് പോലീസിൽ കൊണ്ട് എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ. വരാൻ പറ്റത്തില്ല. 4 വർഷമായിട്ട് ചിലപ്പോൾ കൽക്കട്ട എന്ന് പറയും. ഇപ്പോൾ ഒരു അഡ്രസ്സ് ചെയ്തായിട്ടേക്കുന്നത്, അഡ്രസ്സ് ഡാർജിലിംഗ് എന്നൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മുകളിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ചേരി കുടുംബയോഗത്തിൻ്റെ പ്രസിഡൻ്റാണ്. അതിന് വാട്സപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു ബൈറ്റ് കൊടുക്കുകയും നമ്മൾ സത്യം പറയുകയും ചെയ്യുമ്പം ആളുകൾ ഇതുപോലെ ആക്രമിക്കപ്പെടും, നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും എളുപ്പം ഇതാണല്ലോ, പുള്ളി ഒരുപാട് കുടുംബങ്ങൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ ആളുകൾ വിചാരിക്കും ഒരുപാടില്ലല്ലോ, ഒന്നിനോട് അങ്ങനെയൊക്കെ അങ്ങ് പോവും. അതിനെയൊക്കെ ഭയന്നിട്ടാണ് ആളുകൾ സത്യത്തിൽ ഇപ്പം മുമ്പോട്ട് വരാതെ പറയുന്നവരെന്ത് എനിക്കതേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയട്ടെ അങ്ങനെ ഞാൻ അദ്ദേഹം പറയുന്നത് പോലെ ഒരു തെറ്റുകാരനാണ് അദ്ദേഹം. ST എന്നൊക്കെ അറിയാമല്ലോ, ഒരു കേസ് കൊടുത്താൽ വലിയ വിലയുള്ള കേസാണ്. അവർക്ക് എനിക്കറിയാം കേസ് കൊടുക്കാമല്ലോ. അവർ കേസ് കൊടുത്തേക്കുന്നത് അദ്ദേഹത്തിനെതിരാ. ആ കുടുംബം 2-3 പേര് വന്ന് അവരൊക്കെ അങ്ങോട്ട് കേസ് കൊടുത്തു. അതുകൊണ്ടാണല്ലോ ഇപ്പം 4 വർഷമായിട്ട് എത്തിയായി തൊഴിലേക്ക് വരാത്തെ. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും പോലും അവരുടെ സ്വന്തം വീട്ടിലേക്കാണ്ട് പോയി. എന്നാലും പഠിക്കുന്ന പിള്ളേരൊക്കെയാണ്, അവർ BBCയിലൊക്കെ പഠിക്കുന്നവരാ, അവർ പോലും ആ കൂടെയില്ല എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പം ഞാൻ പറയുന്നത് മനുഷ്യനെ മാനസികമായി ഇങ്ങനെ തളർത്താൻ പറ്റും. ഇത് കുറേ പേര് വായിക്കുമ്പോൾ സ്വാഭാവികം ചിലപ്പോൾ ശരിയായിരിക്കും തോന്നുന്നു. പ്രത്യേകിച്ച് ഞാൻ പൊതുപ്രവർത്തനമായിട്ട് നിൽക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ഇവിടെ വരണം. ഇപ്പോഴും ഞാൻ പറയുവാണെങ്കിൽ തൊഴിവിടെ വന്നിട്ട് നേരെ കൊണ്ട് കരിങ്ങൂർ സ്റ്റേഷനിൽ കൊണ്ട് എൻ്റെ പോലീസ് പരാതി കൊടുക്കുക, ഞാൻ ഇന്ന കാര്യങ്ങൾ. എന്നിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് കളക്ടറെ ഞാൻ തെറ്റിദ്ധരിപ്പിച്ചെന്ന് അവരുടെ കേസിന്. ഞാൻ കളക്ടറെ അവരാരാന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് തെറ്റിദ്ധരിക്കുക? ഈ വന്ന 2 പേര് താമസിക്കുന്ന ആളെ കണ്ടുപരിചയം എനിക്ക് ഇപ്പോഴും ഉള്ളൂ.
ആ പുള്ളിക്കാരത്തിയായിട്ടാണ് കേസ്. പിന്നെ പുള്ളിക്കാരത്തെ മകളുമായിട്ട് എന്താ കേസ്, എന്തൊക്കെയോ അതൊക്കെ അവർ തന്നെ ഉണ്ടാക്കുന്നു, ആ കേസ് നിൽക്കുന്നു. ആരാന്ന് എനിക്ക് ഡീറ്റെയിൽ പോലും അറിയില്ല. എന്നിട്ട് എഴുതി വിട്ടേക്കുന്നത് ഒരു ST കുടുംബമാണ്, അവരെ PhD കൊണ്ടുവന്നാണ്, അവരെ നമ്മൾ വഴിതെറ്റിച്ചു. ഞാൻ എന്നിട്ട് വിഘ്നേശ്വരി എന്ന് പറഞ്ഞ കളക്ടറെ ഒരു കളക്ടറൊക്കെ ഞാൻ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ എന്നെ ചെയ്യണേ? ഇനി അങ്ങനെയാണെങ്കിൽ അതിന് മുകളിൽ കോടതികളുണ്ടല്ലോ. അതൊക്കെ എന്നറിയോ, ഇത് കുറേ പേരൊക്കെ വായിക്കും. ഇത് കുറേ പേര് വായിച്ച് കഴിയുമ്പം അത് കുറേയൊക്കെ ശരിയായിരിക്കും, കുറേയൊക്കെ തെറ്റായിരിക്കും എന്നൊക്കെ വിചാരിക്കും. ഇപ്പം എന്തും ആയിക്കോട്ടെ, അതിനകത്ത് വേണ്ട. അത് ഞാൻ അതിൻ്റെ ലീഗൽ വശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചോളാം. ഇതുപോലെ നമ്മളെ ഇത് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മളതിൻ്റെ ലീഗൽ വശം എന്നാണെന്ന് നോക്കാം. നോക്കിയിട്ട് പിന്നെ പറഞ്ഞല്ലേ ഡാർജിലിംഗിലൊക്കെ ഉള്ളവരെ നമ്മളിപ്പോൾ എന്നെ ഇങ്ങോട്ട് വന്നിരുന്നില്ലേ പുള്ളി പോലീസ് നോക്കിയിട്ട് നമ്മളെന്താ വേണ്ടത്. ഞാൻ ഇപ്പോഴും നിങ്ങളെ കൊണ്ട് കാണിക്കാം. അദ്ദേഹം ഒരു ചെറിയ വീടും പണിത് അവിടെ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ STക്കും വീടുള്ളത്. അദ്ദേഹത്തിൻ്റെ അവിടെ സമൻസ് ഒട്ടിക്കുന്ന ഫോട്ടോ ഞാൻ ഈ അടുപ്പ് എടുത്തു വന്നു. ഫോട്ടോ പോലും ചിലടുത്ത് പോയി. ഫോട്ടോ അല്ല, ഈ സമൻസ് ഒട്ടിച്ചേക്കോ വീട്ടിൽ ആളെ കിട്ടാത്തതുകൊണ്ട്. ഇപ്പം ഞാൻ വന്ന് എന്നോട് വന്നാൽ കാണിച്ചു തരാം. ആ വീടിൻ്റെ കട്ടിലൊരു ഒട്ടിച്ചിട്ടുണ്ട്. അത് ശരി കുടുംബം. ഇനി അദ്ദേഹം ഇപ്പം എനിക്കൊരു ഗുണം കിട്ടി. കുടുംബയോഗം പ്രസിഡന്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം വെച്ചപ്പോൾ ചേരിക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതെന്നായിരിക്കും അതിൻ്റെ ധാരണയായി. ആ ഒരു വാശിക്ക് എന്നോട് ചെയ്തതായിരിക്കും. അതുകൊണ്ടൊന്നും നമ്മൾ മുന്നോട്ട് പോകില്ല. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, നമ്മളിനി ഈ ചാനൽ പരിപാടിയൊക്കെ നിർത്തി. വേറെ ഒന്നുകൊണ്ടുമല്ല, നമുക്ക് ഇത് പറഞ്ഞു തന്നെയും പിന്നെയും പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇത് ആൾക്കാരും മടുക്കും, നമുക്ക് താല്പര്യവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.